ചാഞ്ചാട്ടത്തിനൊടുവിൽ നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ച ഇന്ത്യൻ ഓഹരി വിപണി. സെൻസെക്സ് 305 പോയിന്റ് നേട്ടത്തിലും നിഫ്റ്റി 22,198 പോയിന്റിലും വ്യാപാരം അവസാനിപ്പിച്ചു. പിന്തുണച്ച് ഓട്ടോ, IT, ഫാർമ ഓഹരികൾ. സമഗ്ര സാമ്പത്തിക പങ്കാളിത്തവുമായി ഇന്ത്യയും ഒമാനും അടുത്ത മാസത്തോടെ വ്യാപാര കരാറിൽ ഒപ്പുവെക്കും. വ്യാപാര ഉടമ്പടി സംബന്ധിച്ച ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. രാജ്യത്തിന് സാമ്പത്തിക പിന്തുണയുമായി കൽക്കരി മേഖല. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി പ്രതിവർഷം നൽകുന്നത് 70,000 കോടി രൂപ. റെയിൽവേ ചരക്ക് ഗതാഗതത്തിനായി ഏറ്റവും വലിയ സംഭാവന നൽകുന്നത് കൽക്കരി മേഖലയെന്നും കേന്ദ്ര മന്ത്രാലയം. സ്റ്റാർട്ടപ്പുകളുമായി പ്രതിമാസ മീറ്റിംഗുകൾ നടത്താൻ റെഗുലേറ്റർമാർക്ക് നിർദ്ദേശം നൽകി ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പ്രോട്ടോകോൾ പാലനവും കാര്യനിർവഹണ ശേഷിയും പരിശോധിക്കണം. KYC പോളിസി പാലിക്കാൻ ഫിൻടെക് കമ്പനികൾക്ക് കർശന നിർദ്ദേശം. രാജ്യത്ത് ടോൾ വരുമാനത്തിൽ വർധന. ഈ സാമ്പത്തിക വർഷം ജനുവരി അവസാനം വരെ ദേശീയപാതകളിലെ ടോൾ പിരിവ് 50,000 കോടി കവിഞ്ഞു. 62,000 കോടി രൂപയുടെ റെക്കോർഡ് ടോൾ പിരിവ് ലക്ഷ്യമിടുന്നതായി ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ. ഇനി മാർക്കറ്റ് അനാലിസിസിലേക്കാണ്. ആഗോള സൂചനകളുടെ ഒരു പശ്ചാത്തലത്തിൽ നഷ്ടത്തിൽ ആരംഭിച്ച ഓഹരി വിപണിയിൽ ഇന്ന് വളരെ ഒരു ചാഞ്ചാട്ടം പ്രകടമായിരുന്നു. എങ്കിലും 2 ദിവസത്തെ തുടർച്ചയായ നഷ്ടങ്ങളൊക്കെ തകർത്ത് നേട്ടത്തിലാണ് ഇന്ന് ഇന്ത്യൻ ഓഹരി വിപണിയിൽ വ്യാപാരം അവസാനിപ്പിച്ചത്. ഓട്ടോ, ക്യാപിറ്റൽ ഗുഡ്സ്, IT, ഫാർമ, റിയൽറ്റി എന്നിവയൊക്കെ തന്നെ 1% വീതം ഉയർന്നപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികയിൽ 1% വരെ നഷ്ടമുണ്ടായിരിക്കുകയാണ്. ഇനി സൂചികകളിലേക്ക് വരികയാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റി ഇന്ന് 76 പോയിന്റ് ഉണർവിൽ 22,198 പോയിന്റിലാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് എത്തിയത് 22,085 വരെ നിഫ്റ്റിയുടെ പോയിന്റ് താഴ്ന്നിരുന്നു. അതിനുശേഷം വലിയൊരു ഉയർച്ചയിലേക്ക് എത്തി 76 പോയിന്റ് ഉണർവിലാണ് ഇന്ന് വ്യാപാരം നിഫ്റ്റി 50യിൽ അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റി ബാങ്കുകളിലും രാവിലെയൊക്കെ തന്നെ ഒരു വിൽപ്പന സമ്മർദ്ദം ചെറിയ രീതിയിൽ പ്രകടമായിരുന്നു. എങ്കിലും ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ 11 പോയിന്റ് ഉണർവിൽ 46,588 പോയിന്റിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിലേക്ക് വരികയാണെങ്കിൽ അവിടെ നേരിയ തോതിലൊരു വിൽപ്പന സമ്മർദ്ദം, ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. 66 പോയിന്റ് ഇടിവിൽ 20,552 പോയിന്റിലാണ് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിൽ നിന്ന് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഇന്നൊരു പോസിറ്റീവ് മോഡിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. 305 പോയിന്റ് ഉണർവിൽ 73,095 പോയിന്റിലാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഇന്ന് സെൻസെക്സിൽ വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. ഇനി മാർക്കറ്റ് വ്യൂവിൽ ഒരു അതിഥിയാണ് DBFSന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടുള്ള പോൾ തോമസ് ആണ്. ഗുഡ് ഈവനിങ് ശ്രീ പോൾ തോമസ്. മാർക്കറ്റ് ഇന്നൊരു ചാഞ്ചാട്ടങ്ങൾക്കൊക്കെ ഒടുവിൽ അവസാനം ഇന്നൊരു പോസിറ്റീവ് നോട്ടിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്തൊക്കെ ഘടകങ്ങളായിരിക്കാം മാർക്കറ്റിനെ സ്വാധീനിച്ചിരിക്കുന്ന? മറ്റൊരു ചോദ്യം കൂടി, ഈ മിഡ് ആൻഡ് സ്മോൾ ക്യാപ് സൂചികളിലൊക്കെ ഈ അടുത്തിടെയായിട്ട് വലിയ രീതിയിലൊരു നിക്ഷേപങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. അതിലേക്ക് വരുമ്പോൾ ഈ നിക്ഷേപകർ പുലർത്തേണ്ട ജാഗ്രതകൾ എന്തൊക്കെയാണ്? ഗുഡ് ഈവനിങ് സൂര്യ. ഇന്ന് മാർക്കറ്റ് ഓപ്പണിംഗ് ടൈമിൽ വന്ന ഒരു ലോ ആണ് 22,085. അതിനുശേഷം മാർക്കറ്റ് 21,100-നും 21,200-നും ഇടയിലാണ് ഒരു 90% സമയം മാർക്കറ്റ് നിന്നത്. ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെന്റ് തന്നെയായിരുന്നു ഇന്ന്. എന്നാലും വളരെ പോസിറ്റീവായിട്ടാണ് ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. ഏകദേശം 76 പോയിന്റ് പ്ലസ് ആണ്. അതെനിക്ക് തോന്നുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റിലേക്ക്, അതായത് കഴിഞ്ഞ ദിവസം ഇന്നലെയൊക്കെ നെഗറ്റീവായിരുന്ന മൈനസിലാണ് ക്ലോസ് ചെയ്തതെങ്കിൽ ഇന്നത് തിരിച്ചെടുത്ത മാതിരിയാണ് മാർക്കറ്റിൽ നിൽക്കുന്നത്. നമ്മൾ കാലത്തും ആ കാര്യം തന്നെയാണ് പറഞ്ഞത്, മാർക്കറ്റ് തിരിച്ചെടുക്കുമെന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞിരുന്നത്. മാർക്കറ്റിലെ മിഡ് ക്യാപ്സിന്റെ സ്മോൾ ക്യാപ്സിന്റെ കാര്യം ചോദിച്ചാൽ, മിഡ് ക്യാപ്സിലും സ്മോൾ ക്യാപ്സിലും ഒരുപാട് നല്ല കമ്പനികളുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കമ്പനികളുടെ പെർഫോമൻസ് വെച്ചിട്ട് കഴിഞ്ഞ നാളുകളിൽ ഒക്കെ നല്ല ഒരു മുന്നേറ്റം അതിൽ വന്നിരുന്നു. പക്ഷെ മാർക്കറ്റ് ഒരു കറക്ഷനൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് താഴോട്ട് മൂവ് ചെയ്യുന്നതും പൊതുവേ മിഡ് ക്യാപ്സും സ്മോൾ ക്യാപ്സും ആയിരിക്കും. അതുകൊണ്ടാണ് അതിനകത്ത് കുറച്ച് ശ്രദ്ധിച്ച് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പൊതുവേ നമ്മൾ പറയാറുള്ളത്. അതുകൊണ്ട് പക്ഷെ അതിൽ നല്ല കമ്പനികൾ താണാലും തിരിച്ച് കയറും. എന്നാൽ അത്രയും നല്ലതല്ലാത്ത കമ്പനികൾ കയറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ വീണ്ടും ഇത് അതുപോലെ ഒരു തിരിച്ചു കയറ്റം ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ടാണ് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വളരെയധികം ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കണം. കാരണം ഫ്രണ്ട് ലൈൻ കമ്പനികൾ അങ്ങനെയല്ല, അത് നല്ല പ്രൊമോട്ടേഴ്സും നല്ല ഫണ്ടമെന്റൽസും ഉള്ള കമ്പനികളായിരിക്കും. അതുകൊണ്ട് അതിനെ സംബന്ധിച്ചോളം അത്ര പ്രശ്നം വരാറില്ല. താണു കഴിഞ്ഞാലും അടുത്ത ഒരു മാർക്കറ്റിന്റെ കയറ്റത്തിൽ തിരിച്ചു കയറി ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് ആവറേജ് ചെയ്താൽ തന്നെ പ്രോഫിറ്റിൽ നമുക്ക് സെല് ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കും.
നന്ദി ശ്രീ പോൾ തോമസ് ആണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി എത്തിയത്. ഏതായാലും നിക്ഷേപകർ ആഗോള വിപണികളിൽ നിന്നുള്ള സൂചനകൾ ഒരു പരിധിവരെ സ്വീകരിക്കുന്നു എന്ന് തന്നെ പറയാം. US പണപ്പെരുപ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധ പിടിച്ചുപറ്റുന്നതിനാൽ US ആഭ്യന്തര സാമ്പത്തിക ഡേറ്റകളിൽ നിക്ഷേപകർ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. മാക്രോ എക്കണോമിക് ഡേറ്റാ പോയിന്റുകൾ വിപണികൾക്ക് അനുകൂലമാകുമെന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ വിപണിയെ പുതിയ ഉയരത്തിലേക്ക് എത്തിക്കുമോ എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. മാർക്കറ്റ് വ്യൂവുമായി ഇനി നാളെ രാവിലെ 9:45